ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരിൽ ആദ്യം മരിക്കേണ്ടത് ഭാര്യയാണോ അതോ ഭർത്താവാണോ? അമ്മ പറഞ്ഞു ഭർത്താവാണ് മരിക്കേണ്ടതെന്ന്. പക്ഷേ അമ്മ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം ഞാനൊരു വൃദ്ധസദനത്ത് പോയി. അതിൻ്റെ നടത്തിപ്പുകാരോട് ഞാൻ ചോദിച്ചു. അതിനാ സ്ത്രീ പറഞ്ഞ മറുപടി, കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മനുഷ്യന് പ്രായമായ സമയത്ത് ഭാര്യ മരിച്ചുപോയ ഭർത്താവ് തന്നെയാണ്. അവർ അനുഭവിക്കുന്ന പ്രയാസം ഈ ലോകത്ത് ഒരു മനുഷ്യർ അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എന്നോട് കഥ പറഞ്ഞു. ഭയങ്കര പ്രൗഢിയോട് കൂടിയിട്ട് അഭിമാനിയായി ഭാര്യയുടെയും മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി വളരെ കരുതലോടെ സംരക്ഷിച്ച ഒരു മനുഷ്യനുണ്ട്. അയാളെക്കുറിച്ച് ഓർത്ത് എന്നും സന്തോഷിക്കുന്ന അയാളുടെ ഭാര്യയ്ക്ക് അയാളെ ജീവനായിരുന്നു. തന്നെയും തന്റെ മക്കളെയും പൊന്നുപോലെ പരിപാലിക്കുന്ന ആ ഭർത്താവിനെ ദൈവത്തെ പോലെയാണ് ആ ഭാര്യ കണ്ടിരുന്നത്. ആ മനുഷ്യൻ ഒരിക്കൽ പോലും വീട്ടിൽ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭാര്യ അതിനെ സമ്മതിക്കില്ല. കാരണം അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ മേശപ്പുറത്ത് ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടാവും. അദ്ദേഹം കഴിച്ചതിന് ശേഷമാണ് ആ ഭാര്യ ഭക്ഷണം കഴിക്കുന്നത്. ആ ഭർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി വായിച്ചെടുക്കാൻ ഒരു കഴിവ് ആ ഭാര്യക്കുണ്ട്. അദ്ദേഹത്തിന് ഒരു ശീലമുണ്ട്. ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതുപോലെ തന്നെ ഉറക്കത്തിനിടയിൽ ബാത്റൂം പോകും. തിരിച്ചു വന്നിട്ട് വീണ്ടും വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ഇത് അയാളുടെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹം കിടക്കുന്നതിന്റെ അടുത്തുള്ള മേശപ്പുറത്ത് കൂജയിൽ വെള്ളവും ഒരു ഗ്ലാസും കൊണ്ട് വെക്കുന്ന പതിവുണ്ട്. എന്താവശ്യത്തിനും ഭാര്യ ആശ്രയിക്കുന്ന നല്ലൊരു ഭർത്താവ്, അത് ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹനിധിയായ ഭാര്യ. അങ്ങനെ ഒരു ദിവസം അയാളുടെ ഭാര്യ മരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് അയാൾ ഒറ്റപ്പെട്ടു. ഒരു ദിവസം രാത്രിയിൽ അയാൾ വെള്ളം കുടിക്കാനായിട്ട് പൂജ തിരിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളമില്ല. തന്റെ ഭാര്യയുടെ അഭാവം അയാൾ ശരിക്കും അറിയാൻ തുടങ്ങി. കുറച്ച് മടിയോടെ ആണെങ്കിലും മരുമകളെ വിളിച്ചു പറഞ്ഞു, എനിക്കിത്തിരി വെള്ളം വേണം. മരുമകൾ വെള്ളം കൊണ്ട് കൊടുത്തിട്ട് പോയിട്ട് കിടന്നു. രാത്രി ഉറക്കമുണർന്ന് പതിപോലെ അയാൾ ബാത്റൂം പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോഴും വെള്ളമില്ല. അയാളുടെ തൊണ്ടയാണെങ്കിൽ വരണ്ടിട്ട് വയ്യ. ഒരുവിധം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മകനും മരുമകളും കിടന്ന മുറിയുടെ അടുത്തെത്തി വാതിൽ ഒരുപാട് പ്രാവശ്യം മുട്ടി. വാതിൽ തുറന്ന മരുമകളുടെ മുഖം കണ്ട് അയാൾ ആകെ ഞെട്ടിപ്പോയി. അത്രയും വെറുപ്പോട് കൂടി നിൽക്കുന്ന ഒരു മുഖത്തിന്റെ മുമ്പിൽ അയാൾക്കണ്ട ജീവിതത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും നിൽക്കേണ്ടി വന്നിട്ടില്ല. അവൾ ചോദിച്ചു, എന്താ? ഒന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാനുള്ള ധൈര്യം പോലും അദ്ദേഹത്തിന് ചോർന്നു പോയ പോലെ. അങ്ങനെ തിരിച്ചു വന്ന് കിടന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാനുള്ള ആയുസില്ലാതെ അയാൾ മരിച്ചുപോയി. ഈ കഥ പറഞ്ഞിട്ട് ആ സ്ത്രീ പറയാം,